ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നിപ്പം നമ്മൾ രാവിലെ ജോലിക്ക് വന്നതാണ് കേട്ടോ. ഇന്നലെ വൈകിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു. മഴയെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ രാവിലെ ഇച്ചിരി വെയിലുണ്ട്. എത്ര നേരം വരെ വെയിലുണ്ടാവുമെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മഴയായിപ്പോൾ. അത് കാരണം പിന്നെ ഉള്ള സമയത്ത് വരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം നമ്മുടെ റബ്ബർ ടാപ്പിംഗ് ഒന്നും നടക്കത്തില്ലായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നല്ല മഴയല്ലായിരുന്നു. മഴ ആയതുകൊണ്ട് രാവിലത്തേക്കിന് നമുക്ക് നടക്കത്തില്ല. അത് കാരണം പിന്നെ ഇന്ന് വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ വന്നാ. ഇനിയിപ്പം നമ്മൾ എവിടം തൊട്ടാണ് തുടങ്ങണമെന്ന് അറിയത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം ഈ ജോലി ചെയ്ത് ഇങ്ങനെ നിർത്തി വെച്ചെടുത്ത് ഇനി ബാക്കി മൊത്തം കിടക്കുക. അപ്പോഴത്തേക്കിന് ഇന്ന് രാവിലെ ഇനിയിപ്പം സമയം കളയുന്നില്ല. ഇനിയിപ്പം നേരെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടില്ല, നമ്മുടെ കറി ഒഴിക്കുന്ന കുറ്റിയല്ലേ ഇവിടെ കിടക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് കൈക്കൊരു ചെറിയൊരു പണി കിട്ടിയായിരുന്നു. അത് കാരണം പിന്നെ വലിയതായിട്ട് പണിയൊന്നും നടന്നില്ല. അത് കാരണം ബാക്കി കുറ്റിയെല്ലാം താണ്ട് അവിടെ തന്നെ കിടക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് വേറെ പണിയുണ്ട്, അതിലോട്ട് നമുക്ക് പോവാം. രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ? ഇതല്ലേ ചിരട്ടയ്ക്കകത്തെല്ലാം മൊത്തം വെള്ളമായിട്ടായിരിക്കുക. ഇപ്പം കുറച്ച് റബ്ബർ തോർന്ന് വരുന്നുണ്ട് കേട്ടോ, വെള്ളം മാറി വരുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പം നമ്മൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരത്തില്ല, ഒന്നും ആകത്തില്ല. അത് കാരണം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അല്ല, മൊത്തം വെള്ളമൊക്കെയാണ് ചിരട്ടയ്ക്കകത്ത്. സാരമില്ല, നമുക്ക് വേറെ പണി ചെയ്യാം. വിറകൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നത്, വലിയൊരു വിറക് കിടപ്പുണ്ട്, അതിനി എടുത്തുകൊണ്ട് പോകണം. ഇവിടെയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ജോലി ചെയ്ത് തീർത്തോ കേട്ടോ. അപ്പോൾ അവിടുത്തെ കാടെല്ലാം നമ്മൾ പറിച്ച് തീർത്തോ. ഇതിപ്പം താഴെ താണ്ട് നമ്മുടെ അവിടുത്തെ സ്റ്റോറൊക്കെയാണ് കാണുന്നത്. ഇതിപ്പം ഇവിടം തൊട്ട് ഇനിയിപ്പം നമ്മൾ പറിക്കാൻ കിടക്കുക. കാടെല്ലാം കൂടെ വെട്ടിയെടുക്കണം. ഇവിടം തൊട്ട് വേണം തുടങ്ങാനായിട്ട്. ബാക്കിയെല്ലാം കുറേശ്ശെ തീർത്ത് വെച്ചേക്കുക. ഇനിയിപ്പോൾ ഇവിടം തുടങ്ങണം. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാടാണ്, കുറേ സമയം എടുക്കും. നമ്മൾ ഇച്ചിരി താമസിച്ചാണ് വന്നേക്കുന്നത്. നമ്മൾ ഈ വെട്ട് നടക്കാത്ത ദിവസം നമ്മൾ കാട് പറിക്കുന്ന പണിയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അവരൊക്കെ ഇപ്പോൾ ഇച്ചിരി ഉണങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം സമയം പോയതുകൊണ്ട് കാര്യമില്ല. അത് തന്നെയല്ല, ഇനിയിപ്പം നമ്മൾ ഈ സമയത്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. കറയൊന്നും എടുക്കാൻ പറ്റത്തില്ല, മൊത്തം പോകും. നമ്മൾ വെറുതെ വെട്ടുന്ന മുഴുവനും വെറുതെ പോകത്തേ ഉള്ളൂ. കാരണം ഇത് കണ്ടില്ല, ഇതിന് ഷെയ്ഡില്ലാത്ത റബ്ബറല്ലേ, ഇത് നമ്മൾ ഷോർട്ട് റബ്ബറാണ് വെട്ടുന്നത്. അതേസമയം മേളിൽ നിൽക്കുന്ന റബ്ബറിന് കണ്ടില്ല, അതും നമ്മുടെ ഒരാളുടെ തന്നെയാണ്. അത് തൈ റബ്ബറാണ്, അതിന് ഷെയ്ഡുണ്ട്. അതുകൊണ്ട് നമുക്കത് മഴയാണെന്ന് പറഞ്ഞാലും വെട്ടാൻ പറ്റും. ഈ നിൽക്കുന്നതിന് ഷോർട്ട് റബ്ബർ ആയതുകൊണ്ട് ഇതിന് ഷെയ്ഡ് ഇട്ടിട്ടില്ല. അത് കാരണം നമുക്ക് മഴ പെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയതാണ്. കാരണം ഇപ്പം ആ മഴ ഈ പ്രാവശ്യം ലേറ്റായിട്ടല്ലേ പെയ്യുന്നത്. ആ മഴയുടെ സമയം കഴിയേണ്ട സമയം കഴിഞ്ഞു. എന്നാലും ഇപ്പോഴും ഇത് പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് വൈകുന്നേരം പെയ്യും. അപ്പോൾ ഉച്ച കഴിഞ്ഞത്തെ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പെയ്യും. അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണമാണ് പിന്നെ നമ്മൾ കാട് പറിക്കുന്ന പണിക്ക് ഇറങ്ങിയേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നടക്കണമല്ലോ, ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ നമുക്ക് സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ തുടങ്ങിയേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം അല്ല പിന്നെ ഉച്ച കഴിഞ്ഞ് മഴയാണെങ്കിൽ ഒന്നും നടക്കാതെ വരും. അപ്പം പിന്നെ ഞാനെന്നാൽ പണി തുടങ്ങട്ടെ. പണി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഹലോ കൂട്ടുകാരെ, നമ്മളിപ്പം ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന വഴിയാണ്. ഇപ്പം കഴിച്ചിട്ട് നേരത്തെ വരണം. വന്നില്ലെങ്കിൽ പിന്നെ ഇപ്പം വരുന്ന വഴിക്ക് ഇനിയിപ്പം നമുക്ക് നമ്മുടെ ആടിനെയും പോത്തിനെയൊക്കെ കൊണ്ടുവരണം. നമ്മൾ പുതിയ ഒരു വീട്ടിൽ പോത്തിനെയൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അതിങ്ങനെ അതിനെയും കൂടെയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് വേണം പിന്നെ ഉച്ച കഴിഞ്ഞ് കയറാനായിട്ട്. ഇവന്മാരെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഓൾറെഡി. ആണ്ടാണ്ടില്ലേ, എല്ലാവരും നിന്ന് തിന്നോണ്ടിരിക്കുക. പിള്ളേരെ നിന്ന് തിന്നുമോ? കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് വേണം മാറ്റി കെട്ടാനായിട്ട്.
ഇപ്പോഴത്തേക്കിനും നമ്മളിനിയിപ്പം ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന വഴിയാണ്. നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ കൂടുതൽ മൊത്തം വനവും കാടും പോലെയൊക്കെയാണ് കേട്ടോ. കാരണം അത് കാരണം ആളുകൾക്ക് കാണുന്നവർക്ക് അത്ര വലിയ ഒരു ഇത് തോന്നത്തില്ലായിരിക്കും. കാരണം കാടൊക്കെ ആയതുകൊണ്ടേ റബ്ബർ ഇതിപ്പം കാടെല്ലാം തെളിച്ച് വരണം. ഇനിയിപ്പം മൊത്തത്തിൽ കാടെല്ലാം തെളിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു മൊത്തത്തിൽ കാണാനൊരു ഭംഗിയൊക്കെ കാണത്തുള്ളൂ. കാണാതിരിക്കുന്നത് നമ്മളെ വീട്ടിൽ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അത് നിൽക്കുന്നു. നമ്മുടെ അനക്കം കേട്ട ഉടനെ തലയും പൊക്കി നോക്കി നിൽക്കുന്നുണ്ട്. എന്നാടാ ചെറിയതാ കേട്ടോ. പക്ഷേ ചെറിയ പുള്ളിക്കാനും വളർന്നൊക്കെ പറഞ്ഞു. 2 കൊല്ലമെങ്കിലും ഇനി നോക്കിയാലൊക്കെ പുള്ളിക്കാനൊരു പരുവാകത്തുള്ളൂ. വരാം, പോയിട്ട് വരാവേ. പോയിട്ട് വന്ന് മാറ്റിക്കെട്ടോ. അവിടെ നിന്ന് പോയിട്ട് വരാം. പുള്ളിക്കാരൻ അവിടെ നിൽക്കട്ടെ. വന്നിട്ട് മാറ്റിക്കെട്ടോ. എങ്കിൽ പിന്നെ ശരിയാത്. നമ്മളിന്ന് പണിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. വൈകുന്നേരമായി. ഇപ്പം ഞങ്ങളവിടെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇതിപ്പം നല്ല നാട്ടുവഴിയാണ് കേട്ടോ. നമ്മുടെ പറമ്പിനകത്തൂടെ ഉള്ള വഴിയത്. ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ്. ഇതൊന്നും പട്ടണത്തിലുള്ളവർക്കൊന്നും ഇങ്ങനെയൊന്നും കാണാനായിട്ട് ചുരുക്കമായിരിക്കും. കാരണം നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ ഈ വഴികളും ഇതൊക്കെ ഭയങ്കര മിസ്സിങ് ആവും. ഇപ്പം കുറച്ച് നേരം നടക്കണം കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് എത്താനായിട്ട്. നടന്ന് വൈകുന്നേരമായി പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ പണിയെല്ലാം ഇന്നത്തെ കഴിഞ്ഞു. പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് നടന്ന് പോവുക. ഇവിടെ മൊത്തം റബ്ബർ തോട്ടം കേട്ടോ. റബ്ബർ തോട്ടത്തിൻ്റെ അയ്യരുകളിയാണ്. വേറെ കൃഷികളൊന്നും നമ്മുടെ നാടുകളിൽ അങ്ങനെ വലുതായിട്ടില്ല. മൊത്തം റബ്ബർ തോട്ടം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഓരോരുത്തരും വെട്ടുന്നതാണ്. ഇത് നമ്മൾ വെട്ടുന്നതല്ല. ഇതൊക്കെ വേറെ ആളുകൾ വെട്ടുന്നത്. ഇത് ചെറിയ റബ്ബറുകളാണ്. എല്ലാം കഴിഞ്ഞ ദിവസത്തെ മഴയിലെല്ലാം കണ്ടോ ചിരട്ടയ്ക്കകത്തെല്ലാം വെള്ളമെല്ലാം ആയിട്ടിരിക്കും. അത് കാരണം ഇന്ന് ഇവിടെ ആരും വെട്ടിയിട്ടൊന്നുമില്ല. മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആരും വെട്ടാറില്ല ഇവിടെ. ഷെയ്ഡ് ഇട്ടെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. നല്ല മഴയാണെങ്കിൽ വെട്ടാൻ പറ്റത്തില്ല. ഇനിയിപ്പം നമ്മൾ വീട് എത്താറായി. ഇനിയിപ്പം ഇന്ന് വൈകിട്ട് ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. മഴ പെയ്യുകയാണെങ്കിൽ നാളത്തെ കാര്യം നടക്കാതെ വരും. മഴ പെയ്തില്ലെങ്കിൽ നാളെ നമുക്ക് റബ്ബർ വെട്ടുന്നുള്ള വീഡിയോസൊക്കെ കാണിക്കാം. നമ്മുടെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറയെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും നമ്മളന്ന് അടുത്ത ദിവസം വെട്ടുന്ന സമയം നമ്മളതൊക്കെ ആ വീഡിയോസ് ഇടുന്നതായിരിക്കും. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നാളെ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ പണി ചെയ്യുന്ന വീഡിയോ. ഇനി നാളെ ഇനിയിപ്പം മഴയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ റബ്ബർ വെട്ടാൻ ഇറങ്ങും. അപ്പോഴത്തേക്കിനും നാളത്തെ വീഡിയോ കാണിക്കാം. ഇപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നാളെ കാണാം. ഓക്കെ, ബൈ.